ഹായ് ഗെയ്സ്, ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിള്ളേരെ അടുത്തോട്ട് പോയപ്പോഴാണ് നമ്മുടെ കുളക്കോഴി കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചിക്കൊണ്ട് പോകുന്നുണ്ട്. കുളക്കോഴിയുള്ള ഒരു ഏരിയയാണിത്. 5-6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് 2 എനിക്ക് ഇട്ടിട്ടുണ്ട്. കുട്ടികൾ കണ്ടെന്നാണ് പറഞ്ഞത്, 2 റാഞ്ചി എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ തെങ്ങിന്റെ മണ്ടക്കിരിപ്പുണ്ട്. ഓലയ്ക്കകത്തിരുന്ന് ഓരോന്നിനും തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 2 ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട്. തെള്ളക്കോഴി ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെ എല്ലാം കരച്ചിൽ കേൾക്കുന്നുണ്ട്, എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. പരുന്തിനെ കണ്ടുകൊണ്ട് ഭയന്ന് എവിടെ കയറി ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് നല്ല കരച്ചിൽ വരുന്നുണ്ട്. പൊതുവേ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയായതുകൊണ്ട് ഇതിനെ നമ്മൾ പരുന്തുങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അന്യം നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കേണ്ട നമ്മുടെ കടമ തന്നെയാണ്. എന്തായാലും എന്നെ രക്ഷപ്പെടുത്തി വിടാമെന്ന് വിചാരിച്ചു. തന്തയാണെന്ന് തള്ളയാന്ന് അറിയത്തില്ല, അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ആ കുറ്റിക്കാട്ടിൽ തള്ള വിളിച്ചിരിപ്പോഴെന്ന് മനസ്സിലായി. അവിടെയാണ് കരച്ചിൽ കേൾക്കുന്നത്. എന്തായാലും 2 കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവാണ്. നമ്മുടെ കോഴിക്കുഞ്ഞിനെക്കാട്ടി വ്യത്യാസം എന്ന് വെച്ചാൽ കാലിന് കുറച്ച് നീളം മാത്രമേ ഉള്ളൂ. ഈ ഏരിയയിലാണ് പാമ്പിന്റെ ശല്യം കൂടുതലാണ്, അണലിയാണ് കൂടുതലാണ് കാണപ്പെടുന്നത്. എങ്കിലും നമ്മളതൊന്നും ഭാഗമൊക്കെയാതെ കുഞ്ഞുങ്ങളെ പരുന്തിന് കൊടുക്കാതിരിക്കാൻ തള്ളയിടത്തേക്ക് വിട്ടു. ഇവിടെ അല്പം സേഫ് ആണെന്ന് തോന്നുന്നു. തള്ളയുടെ കരച്ചിൽ ഇവിടെ നിന്നാണ് കേൾക്കുന്നത്. ഇവിടെ വിളിച്ചിരിപ്പുണ്ട്. എന്തായാലും 2 ഇറക്കി വിട്ടപ്പോൾ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. എന്തായാലും തള്ളയോടെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു കാട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് പരുന്തിന് കാണാനായിട്ട് പറ്റത്തില്ല. എന്തായാലും 2 വിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരെണ്ണത്തിന്റെ കരച്ചിൽ കിട്ടും. എന്തായാലും ഒരെണ്ണത്തിനോട് കിട്ടിയ 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതിനെയൊക്കെ പരുന്ത് ഉണ്ടോ എന്നാണ് തോന്നുന്നത്. ഇനി അമ്മമാർക്ക് കൊടുക്കാൻ പാടില്ല. നല്ല ആക്റ്റീവാണ് കുഞ്ഞുങ്ങൾ. എന്തായാലും ആ ഒരെണ്ണത്തിനെ കൂടെ നമ്മൾ തള്ളയെടുത്തോട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ജീവികളൊക്കെ നമ്മൾ സംരക്ഷിക്കുക. അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെയും ഇതുപോലുള്ള ആപത്ത് ഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തി വിടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.